ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് തക്കാളി ചട്നി. അതിനായിട്ട് 2 മീഡിയം സൈസ് സബോള, 8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. ഒരു കടായിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്ത് ഒരു അര സ്പൂണ് കടുകിടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോ ആക്കിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ആദ്യം ഇടാം. പച്ചമുളക്, സബോള, സബോള വട്ടത്തിലരിഞ്ഞാണ്. അതിനകത്ത് വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇടുക. പിന്നെ ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇടുവാണ്. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി ഇതിൻ്റെ കൂടെ ഞാനൊരു നുള്ള് ഉലുവപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഉലുവപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കുക. ഇളക്കി അതിനകത്ത് അരിഞ്ഞ് വെച്ചേക്കുന്ന 4 തക്കാളി, മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. 4 തക്കാളി അരിഞ്ഞൊന്നും കൂടി ഇട്ട് കൊടുക്കുക. അതിനകത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുവാണ്. ഇട്ടിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. അടച്ചു വെച്ചതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനതൊന്ന് അടച്ചു വെച്ചേക്കുന്ന അതൊന്ന് പാത്രം ഒന്ന് എടുത്ത് ഇതൊന്ന് ഇളക്കുക. ഇളക്കി നല്ലപോലെ ഇളക്കി കിട്ടണം. ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. പിന്നെ മൂടി വെച്ച് അടപ്പ് പാത്രം ഒന്ന് മാറ്റിയിട്ട് ഞാനിവിടെ ഇച്ചിരി കെച്ചപ്പും കൂടി ഇടുന്നുണ്ട്. നമ്മൾ കടയിൽ ഇതിനകത്തേക്ക് എൻ്റെ കയ്യിലാകെ ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പം ഞാനത് ഞെക്കിപ്പിഴിഞ്ഞെടുക്കുക. ഒരു നുള്ള്. അപ്പോൾ ഇതിലൊരു 2 സ്പൂൺ ഇട്ടാൽ മതി. 2 സ്പൂൺ. അതിനകത്ത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടല്ലോ ആദ്യം. അപ്പം ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി